സ്പീഡ് ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം വാർത്തകൾ അതിവേഗത്തിൽ. കണ്ണൂരിൽ CPIM ഓഫീസിന് നേരെ യൂത്ത് കോൺഗ്രസ് അക്രമം. മലപ്പട്ടത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസിന് നേരെ കല്ലേറ്. ജാഥ നയിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ. കേണൽ സോഫിയ ഖുറേഷിക്കെതിരെയുള്ള അധിക്ഷേപ പരാമർശത്തിൽ BJP മന്ത്രി വിജയ് ഷാക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശം. ജബൽപൂർ ഹൈക്കോടതിയുടേതാണ് ഉത്തരവ്. പ്രസ്താവന വിവാദമായതോടെ മാപ്പ് ചോദിച്ച് BJP മന്ത്രി വിജയ് ഷാ. ഇന്ത്യയുടെ തിരിച്ചടിയിൽ വഴങ്ങി പാകിസ്ഥാൻ പിടിയിലായിരുന്ന BSF ജവാനെ വിട്ടയച്ചു. 20 ദിവസങ്ങൾക്ക് ശേഷമാണ് പൂനം കുമാർ ഷായെ പാകിസ്ഥാൻ മോചിപ്പിച്ചത്. ഇന്ത്യൻ സേനയുടെ പിടിയിലായിരുന്ന പാക് റേഞ്ചറെയും ഇന്ത്യ കൈമാറി. തിരുവനന്തപുരം മഞ്ചിയൂരിൽ അഭിഭാഷകയെ മർദ്ദിച്ച സംഭവം അതീവ ഗൌരവതരമെന്ന് മന്ത്രി P. രാജീവ്. അച്ചടക്ക നടപടി വേണമെന്ന് സർക്കാർ ബാർ കൌൺസിലിനെ അറിയിക്കും. കുറ്റവാളിയെ ഉടൻ പിടികൂടും. അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസിനെ തടഞ്ഞത് തെറ്റായ നടപടിയെന്നും മന്ത്രി പറഞ്ഞു. വഞ്ചിയൂർ കോടതിയിലെ ജൂനിയർ അഭിഭാഷക ശ്യാമിലിയെ മർദ്ദിച്ച സംഭവത്തിൽ ബാർ അസോസിയേഷനെ വിമർശിച്ച് മന്ത്രി V. ശിവൻകുട്ടി. പ്രതി ബെയിലിൻ ദാസിന്റെ അറസ്റ്റ് തടഞ്ഞ ബാർ അസോസിയേഷൻ നടപടി ശരിയായില്ലെന്ന് മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്ത് അഭിഭാഷകയെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതിയായ അഭിഭാഷകനെതിരെ നടപടിയെടുക്കാൻ ബാർ കൌൺസിൽ തീരുമാനം. ബെയിലിൻ ദാസിനെ ബാർ കൌൺസിൽ സസ്പെൻഡ് ചെയ്യും. മർദ്ദനമേറ്റ അഭിഭാഷക ശ്യാമിലി നൽകിയ പരാതി പരിഗണിച്ചാണ് നടപടി. തിരുവനന്തപുരം മഞ്ചിയൂരിൽ സീനിയർ അഭിഭാഷകൻ മർദ്ദിച്ച സംഭവത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് മർദ്ദനമേറ്റ അഭിഭാഷക. ഓഫീസിൽ കയറി അറസ്റ്റ് ചെയ്യാൻ ബാർ അസോസിയേഷൻ സെക്രട്ടറി സമ്മതിക്കാതിരുന്നതാണ് പ്രതി രക്ഷപ്പെടാൻ കാരണമെന്നും യുവതി. വേടനെ അധിക്ഷേപിച്ച സംഘപരിവാർ മാസിക മുഖ്യ പത്രാധിപർ NR മധുവിനെതിരെ പരാതിയും വ്യാപക പ്രതിഷേധവും. നിയമ നടപടി സ്വീകരിക്കണമെന്ന് CPIM കൊല്ലം ജില്ലാ സെക്രട്ടറി S. സുദേവൻ. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് നിശബ്ദമാക്കാനാണ് സംഘപരിവാർ ശ്രമമെന്ന് പട്ടികജാതി ക്ഷേമ സമിതി കുറ്റപ്പെടുത്തി. അധിക്ഷേപത്തിൽ DYFI പരാതി നൽകി. സ്വയംഭരണ സ്ഥാപനങ്ങളെയും കാവ്യവൽക്കരിച്ച് മോദി സർക്കാർ. നെഹ്റു യുവകേന്ദ്രയുടെ പേര് മേരാ യുവഭാരത് എന്നാക്കി. കേന്ദ്ര കായിക മന്ത്രാലയത്തിന് കീഴിലാണ് നെഹ്റു യുവകേന്ദ്രം പ്രവർത്തിച്ചു വരുന്നത്. കോവിഡിൽ മരിച്ചവരുടെ പട്ടികയിൽ നിന്ന് നേരത്തെ ഒഴിവാക്കിയ 20 ലക്ഷത്തോളം പേരുടെ കുടുംബാംഗങ്ങൾക്ക് അടിയന്തരമായി ധനസഹായം നൽകണമെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയ്ക്കുള്ള കത്തിലാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് BR ഗവായി ചുമതലയേറ്റു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന വിരമിക്കുന്ന ഒഴിവിലാണ് RS ഗവായി ചുമതലയേറ്റത്. കേരളം ആധുനിക വിജ്ഞാന ഉൽപാദന കേന്ദ്രമായി മാറുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൃശൂരിൽ സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള മുഖാമുഖം പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. കേരളത്തെ തകർക്കാനുള്ള ശ്രമങ്ങളെ അതിജീവിച്ചാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എറണാകുളത്ത് പോലീസ് ചമഞ്ഞ് പണം തട്ടിയ സംഭവത്തിൽ 2 എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. പെരുമ്പാവൂർ എക്സൈസ് ഓഫീസിലെ സലീം യൂസഫ്, ആലുവ ഓഫീസിലെ സിദ്ധാർത്ഥ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്.
കോഴിക്കോട് താമരശ്ശേരിയിൽ മയക്കുമരുന്ന് ലഹരിയിൽ ഭാര്യയെയും മകളെയും മർദ്ദിച്ച സംഭവത്തിൽ ഭർത്താവ് അറസ്റ്റിൽ. നൌഷാദിനെ താമരശ്ശേരി പോലീസാണ് അറസ്റ്റ് ചെയ്തത്. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, പാലക്കാട്, കണ്ണൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള തീവണ്ടികളിലേക്ക് ഭക്ഷണം തയ്യാറാക്കുന്ന കൊച്ചിയിലെ കാറ്ററിംഗ് കേന്ദ്രത്തിൽ നിന്നും പഴകിയ ഭക്ഷണം പിടികൂടി. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനം കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം അടച്ചുപൂട്ടി. പിതാവ് ഓടിച്ച പിക്കപ്പ് വാൻ പിന്നോട്ടെടുക്കുന്നതിനിടെ ഇടിച്ച് പരുക്കേറ്റ 1.5 വയസ്സുകാരി മരിച്ചു. കോട്ടയം അയർക്കുന്നത്താണ് സംഭവം. മരിച്ചത് കോയിത്തുരുത്തിൽ ബിപിൻ ദാസിന്റെ മകൾ ദേവപ്രിയ. ആലപ്പുഴ ചെറുതനയിൽ 6 പേരെ കടിച്ച നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. ക്യാൻസർ രോഗിയടക്കം കടിയേറ്റിരുന്നു. തിരുവല്ല പക്ഷി നിരീക്ഷണ കേന്ദ്രത്തിലെ ലാബിൽ നടത്തിയ പരിശോധനയിലാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. കളമശ്ശേരി സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് യഹോവ സാക്ഷികൾക്ക് വിദേശ നമ്പറിൽ നിന്നും ഭീഷണി. സ്ഫോടന കേസ് പ്രതി ഡൊമിനിക് മാർട്ടിനെതിരെ മൊഴി നൽകിയാൽ കൊല്ലുമെന്നും യഹോവ സാക്ഷികളുടെ സമ്മേളനങ്ങളിലും പ്രാർത്ഥനാലയങ്ങളിലും ബോംബ് വയ്ക്കുമെന്നുമായിരുന്നു ഭീഷണി. കൊല്ലം കിളികൊല്ലൂരിൽ പൊറോട്ട നൽകാത്തതിന് കടയുടമയെ ആക്രമിച്ച കേസിൽ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. മുഖ്യപ്രതിയായ മങ്ങാട് സ്വദേശി നിഖിലേഷിനെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കൊല്ലം കിളികൊല്ലൂരിൽ പൊറോട്ട നൽകാത്തതിന് കടയുടമയെ ആക്രമിച്ച കേസിൽ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. മുഖ്യപ്രതിയായ മങ്ങാട് സ്വദേശി നിഖിലേഷിനെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പത്തനംതിട്ട തിരുവല്ലയിലെ മദ്യസംഭരണ കേന്ദ്രത്തിലെ തീപിടുത്തത്തിൽ 10 കോടിയുടെ നഷ്ടമെന്ന് പ്രാഥമിക നിഗമനം. തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ ബിവറേജസ് കോർപ്പറേഷന്റെ എല്ലാ ഗോഡൌണുകളിലും സുരക്ഷാ പരിശോധന നടത്തും. വയനാട് പിലാക്കാവിൽ കാണാതായ വൃദ്ധയ്ക്കായി തെരച്ചിൽ തുടരുന്നു. മണിയൻകുന്ന് ഊന്നാലുംകല്ലിൽ കുമാരന്റെ ഭാര്യ ലീലയെയാണ് ഇന്നലെ 4 മണിയോടെ കാണാതായത്. വനഭാഗത്തേക്ക് ലീല കയറിപ്പോകുന്ന ദൃശ്യങ്ങൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചു. വയനാട് പിലാക്കാവിൽ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് കാണാതായ 3 കുട്ടികളെ തമ്പാനൂരിലെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് കണ്ടെത്തി. തങ്ങളെ തട്ടിക്കൊണ്ടുപോയതാണെന്ന് കുട്ടികൾ മൊഴി നൽകിയെങ്കിലും പോലീസ് ഇത് വിശ്വാസത്തിലെടുത്തിട്ടില്ല. കഴിഞ്ഞ ദിവസം രാവിലെ 10:30 മുതൽ ഫോർട്ട് കൊച്ചി ലാസർ മാർക്കറ്റിന് സമീപത്ത് നിന്നാണ് ഇവരെ കാണാതായത്. പത്തനംതിട്ട നിരണം ഗ്രാമപഞ്ചായത്ത് ഭരണം കോൺഗ്രസിന് നഷ്ടമായി. LDF കൊണ്ടുവന്ന അവിശ്വാസം പാസ്സായതോടെയാണ് UDF ഭരണത്തിന് അറുതി വീണത്. കോൺഗ്രസ് ഭരണസമിതിയെ പുറത്താക്കാൻ UDF അംഗങ്ങളും അവിശ്വാസത്തെ പിന്തുണച്ചു. ഇതോടെ സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു.